ഹലോ വ്യൂവേഴ്സ്, ഈ ഒരു ഡിസംബറിൽ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു അമളി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ വീട്ടിൽ ഞാൻ വളരെ സ്നേഹത്തോടെ വളർത്തുന്ന ഒത്തിരി അലോവേര തൈകളുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടിയിട്ട് അതുപോലെ എൻ്റെ കസിൻസിന് വേണ്ടിയിട്ട് അലോവേര പ്രിപ്പയർ ചെയ്യാമെന്ന്, അലോവേര ജെല്ല് ഉണ്ടാക്കി വെക്കാമെന്ന്. കാരണം ഡെയിലി നമ്മളിത് കട്ട് ചെയ്യുന്നു, അതിൻ്റെ കറ പോക്കാൻ കുറച്ച് നേരം വെക്കുന്നു. സ്കിൻ കെയർ ഒക്കെ ചെയ്യാനും അതുപോലെ ഹെയർ കെയർ ചെയ്യാനും മടിയുള്ള എന്നെപ്പോലുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഷെൽഫ് ലൈഫ് ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിളും ഒക്കെ റിസർച്ച് ചെയ്തിട്ട് സാന്തങ്കമും അതുപോലെ ഫിനോസിതനോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രിസർവേറ്റീവ്സും വാങ്ങി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു സാന്തകം മേടിച്ചു, മീഷോന്നായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഇനി എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടോ എന്ന് അറിയണമെങ്കിൽ നേരത്തെ അത് ഉപയോഗിച്ച എക്സ്പീരിയൻസ് വേണമല്ലേ. അപ്പോൾ എനിക്ക് അതിനെ പിടിച്ചിട്ട് അറിയില്ല. പക്ഷേ ഞാൻ ഈ ഒരു കെമിക്കൽ ഇത് എന്നെ ശരിക്കും കണ്ടോ, ഇത് പേരൊന്നും കാണുന്നില്ല കേട്ടോ. വന്നപ്പോൾ ഫിനോസിതനോൾ കെമിക്കൽ എന്നൊക്കെ ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. കാരണം ആ സ്റ്റിക്കറാണ് പൊട്ടിച്ചോട് കൂടിയിട്ട് അത് മാഞ്ഞ് ഇതിലൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പേര് കാണാൻ പറ്റില്ല. അങ്ങനെ ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്നാണ് ഈ കാണുന്നതാണ് ആ ഒരു ബോട്ടിൽ. അങ്ങനെ ഡിസംബർ 22 ഞാനിത് കൈപ്പറ്റി. പക്ഷേ നമ്മൾ സാധാരണ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ റിവ്യൂ ഇടാൻ പറ്റൂലേ. 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് എൻ്റെ റിവ്യൂ ഇടാൻ വേണ്ടി നോക്കുമ്പോൾ എനിക്കിതിൽ റിവ്യൂ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇതിപ്പോൾ ഒരു കെമിക്കലിൻ്റെ മണമൊന്നുമില്ല, പക്ക റോസ് വാട്ടർ, കയ്യിലാക്കുമ്പോഴും ഒരു റോസ് വാട്ടറിൻ്റെ സ്മെല്ല്, റോസ് വാട്ടർ എഫക്റ്റ് മാത്രം കേട്ടോ. അങ്ങനെ എന്നാലും ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ ആയിരിക്കും, എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഇത് വെച്ചിട്ട് ഗൂഗിൾ പറഞ്ഞതുപോലെയൊക്കെ ആയിട്ട് ഞാൻ അലോവേര ജെല്ല് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്തപ്പോൾ ഈ സാന്തങ്കമും അതുപോലെ നമ്മൾ അലോവേര ഒക്കെ മിക്സ് ചെയ്തിട്ടാണല്ലോ, അതുപോലെ ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്ത വെള്ളം പോലും ഡിസ്റ്റൽ വാട്ടറാണ് ഉപയോഗിച്ചത്, നമ്മൾ ടാപ്പ് വാട്ടർ ഒന്നല്ല ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ അത്രയും മനക്കെട്ട് ഇത് കേടുവരരുതെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ട് വെയിറ്റ് മെഷീനിലൊക്കെ വെയിറ്റ് കളർന്ന് കൃത്യമാക്കിയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഞാൻ ഇത് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആയപ്പോഴേക്കും ഈ സംഭവം ചീഞ്ഞുപോയി, പക്ക പറഞ്ഞാൽ കേട് വന്നുപോയി, ചീത്തയായിപ്പോയി, ഭയങ്കര സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇത് ഈ ഒരു കെമിക്കൽ ഇതിലില്ല എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്ന് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇവരെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, സാധാരണ നമ്മളൊരു പ്രൊഡക്റ്റ് വരുമ്പോൾ നമുക്ക് റിവ്യൂസ് 5 സ്റ്റാർ റിവ്യൂ ഒക്കെ തരാൻ വേണ്ടിയിട്ട് അവരെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതൊന്നുമില്ല. എന്നിട്ടും ഞാൻ ആ ഒരു സൈറ്റിൽ പോയി നോക്കിയിട്ട് എനിക്ക് ഇവിടെ റിവ്യൂ ഇടാൻ പറ്റുന്നില്ല, ഇവരിതിൽ റിവ്യൂ ഇടാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഞാനൊന്ന് റിവ്യൂ ഇടാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ വി അപ്പോളജൈസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, എനിക്ക് ഇതിൽ റിവ്യൂ ഇടാനോ അല്ലെങ്കിൽ ഇനിയൊരു ചതി മറ്റൊരാൾക്ക് പറ്റരുതെന്ന് വിചാരിച്ചിട്ട് റിവ്യൂ ഇടാനൊന്നും പറ്റിയില്ല. 2 ഡേയ്സ് ഓർ 3 ഡേയ്സ് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ആമസോണിൽ നിന്ന് എനിക്കൊരു പ്രൊഡക്റ്റ് വന്നു. അപ്പോൾ നോക്കുമ്പോൾ മറ്റൊരു സാന്തങ്കം. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോ പോയി സെർച്ച് ചെയ്തപ്പോഴാണ് ഗൈസ് ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ച് നല്ലോണം സെർച്ച് ചെയ്തതിൻ്റെ ശേഷമാണ് പ്രൊഡക്റ്റ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഒറിജിനൽ സാന്തങ്കമല്ല ഫിനോക്സിനോൾ ദേ ഇവിടെ കിടക്കുന്നു. ആ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആരാണ് ഓർഡർ ചെയ്തത്, ഞാൻ ഓർഡർ ചെയ്തതായിട്ട് എൻ്റെ മനസ്സിലൊരു ഓർമ്മ പോലും ഇല്ല. പിന്നെ ഈ വന്ന പ്രൊഡക്റ്റിൽ അതിൻ്റെ പേര് പോലും അതിൻ്റെ കമ്പനിയോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പാകത്തിൽ, നിങ്ങളിത് കാണിച്ചു തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ഗൈസ് നോക്ക്, ഈ ഒരു കവർ, ഇതിൻ്റെ മുകളിലൊരു കവർ ഉണ്ടായിരുന്നു ഇത് ലീക്ക് ആവാതെക്കാനും വേണ്ടിയിട്ടുള്ള, അതങ്ങ് പൊട്ടിച്ചപ്പോഴേക്കും ഈ പേര് ഫുള്ളും പോയി, എക്സ്പീരി കാര്യങ്ങളും ഒക്കെ പോയി കണ്ടോ. അപ്പോൾ ഇതുപോലെ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നുണ്ട്. കാരണം നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ വിചാരിക്കും നമ്മൾ ഓർഡർ ഇത് സാധനം അയച്ച് പേ ചെയ്ത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇത് നമ്മൾ ഓർഡർ ചെയ്തതല്ല. പക്ഷേ ഇതെങ്ങനെ ഇനിയിപ്പോൾ കൈ തട്ടി വന്നതാണെങ്കിൽ പോലും ഈ ഒരു പ്രൊഡക്റ്റ് ഇതൊരു ഇങ്ങനെ ഒരു കെമിക്കലായിട്ട് യാതൊരു ബന്ധമില്ലാതെ, ഒരു കെമിക്കലിൻ്റെ സ്മെല്ലൊന്നുമില്ല, പക്കാ റോസ് വാട്ടർ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു ചതി പറ്റിപ്പോയി. അപ്പോൾ ഇനി ഇതാർക്കും പറ്റാൻ പാടില്ല. സോ നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം തന്നെയാണോ എന്ന് കൃത്യമായി അതിൽ നോക്കി, പറ്റുമെങ്കിൽ അതിൻ്റെ ബാച്ച് നമ്പറും ബാക്കി കാര്യങ്ങളും ഒക്കെ നോക്കിയതിന് ശേഷം മാത്രം പേ ചെയ്യുക കേട്ടോ. ഇപ്പം നമ്മൾ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോൾ കറക്റ്റ് ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുമ്പോഴാണ് എനിക്ക് ഈ ഒരു ചതി വന്നത്. സാധാരണ നമ്മൾ പറയും ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തന്നെ
കറക്റ്റ് എത്തുമെന്ന് അറിയില്ല, അതുപോലെ കുറച്ച് ലേറ്റായിട്ട് എത്തും എന്നൊക്കെ പറയുന്നതുകൊണ്ട് സാധനം കൈപ്പറ്റിയതിൻ്റെ ശേഷമാണ് ഞാൻ എന്താ പറയുക ക്യാഷ് കൊടുത്തത്. അപ്പോൾ ആ പേര്, ബോക്സിൻ്റെ പേരിലുള്ള പേര് നോക്കിയിട്ടല്ലേ നമ്മൾ സാധാരണ കൊടുക്കുക. ഇങ്ങനെ ചതി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെ പർച്ചേസ് ചെയ്യുമ്പോൾ ഓൺലൈനിൽ ഇതുപോലത്തെ തട്ടിപ്പുകളും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. തട്ടിപ്പിലൊന്നും പോയി പെടാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ.